LDF അല്ലാതെ മറ്റാര്? കേരളം ജയിക്കും, UDF നയിക്കും, മാറാത്തതും ഇനി മാറും. അങ്ങനെ വലിയ വലിയ മുദ്രാവാക്യങ്ങളുമായി കേരളത്തിൻ്റെ നിയമസഭാ ഇലക്ഷന് വേണ്ടി അംഗത്തിനിറങ്ങുകയാണ് 3 പാർട്ടികൾ. ആർക്കാണ് സാധ്യതകൾ? ആര് വാഴും, ആര് വീഴും? ഈ വിഷയത്തിലേക്കാണ് നമ്മളൊന്ന് പോകുന്നത്. വെൽക്കം ടു വൈറ്റ് ബോർഡ് സ്റ്റോറീസ്. ഓരോ കക്ഷികളുടെയും പ്രോസ്പെക്ട്സ് എന്തൊക്കെയാണ്, അവ നേടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, എത്ര സീറ്റുകൾ ജയിക്കാനാണ് അവർക്ക് സാധ്യതയുള്ളത്, ഇങ്ങനെ 3 പാർട്ടികളെയും കവർ ചെയ്യുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. ആദ്യമായിട്ട് ഭരണകക്ഷിയായ LDFിൻ്റെ വിഷയത്തിലേക്ക് നമുക്ക് പോകാം. LDF മൂന്നാമതൊരു ടേം ആഗ്രഹിക്കുകയാണ്. അങ്ങനെ ഒരു ടേം ആഗ്രഹിക്കുമ്പോൾ, മൂന്നാമതൊരു ഭരണം ജനങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുമ്പോൾ അവർ മുന്നോട്ട് വയ്ക്കുന്ന വികസന നേട്ടങ്ങൾ എന്തൊക്കെയാണ് അവരുടെ പ്രോസ്പെക്ട്സ്? ഒന്നാമതായിട്ട് കഴിഞ്ഞ 5 വർഷമായിട്ട് കേരളത്തിൻ്റെ അകത്ത് വന്നിട്ടുള്ള ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ശരിയാണ്, നമുക്ക് പറയാം ഇത് കേന്ദ്രത്തിൻ്റെ ഫണ്ടിൽ നിന്നും വരുന്നതാണ്, ഇത് മോഡിയുടെ ഫണ്ടാണ്, അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഫണ്ടാണ്. ശരിയാണ്. എന്നാൽ കേരള ഗവൺമെൻറ്റിൻ്റേതായി സ്ഥലമേറ്റെടുപ്പ് ഉൾപ്പെടെയുള്ള പേപ്പർ വർക്ക്സും മറ്റു കാര്യങ്ങളുമൊക്കെ വളരെ വേഗതയിൽ പൂർത്തിയാക്കി ഈ പ്രോജക്ട്സ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ ഇടപെടലുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് വളരെ ക്വിക്കായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് കേരള ഗവൺമെൻറ് സാധിച്ചു എന്നുള്ളത് അവർ നിശ്ചയമായും ക്രെഡിറ്റ് അർഹിക്കുന്ന ഒരു കാര്യമാണ്. പിന്നെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ, പല സർക്കാർ സ്കൂളുകളും ഇന്ന് പ്രൈവറ്റ് സ്കൂളുകളെ പോലും വെല്ലുന്ന രീതിയിലുള്ള സംവിധാനങ്ങളുള്ള സിസ്റ്റമായി മാറിയിരിക്കുന്നു. ഉമ്മൻചാണ്ടി സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് അബ്ദുറബ് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന സമയത്ത് സ്കൂളുകളിൽ പഠിക്കാനുള്ള പുസ്തകങ്ങൾ പോലും കുട്ടികൾക്ക് കിട്ടാനില്ലായിരുന്നു. ഇന്നും അങ്ങനെ ഒരു സംവിധാനമില്ല. കേരളത്തിൽ പല സ്ഥലത്തുമുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പ്രൂവ്മെൻറ്റ്, ബ്രഹ്മപുരം പോലുള്ള സ്ഥലങ്ങളിൽ നല്ല രീതിയിലുള്ള വേസ്റ്റ് മാനേജ്മെൻറ്റ് പ്ലാൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. കേരളത്തിൻ്റെ പല സ്ഥലത്തായിട്ട് അവരത് ക്രിയേറ്റ് ചെയ്യുന്നു, എഫിഷ്യൻ്റ്ലി അത് മാനേജ് ചെയ്യുന്നു. അത് നമുക്ക് കാണാതിരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ ആരോഗ്യ മേഖലയിലുള്ള ഡെവലപ്മെൻറ്റ് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമായിരിക്കും, ഒരു മെഡിക്കൽ നെഗ്ലിജൻസോ അങ്ങനത്തെ ഇഷ്യൂസൊക്കെ ഉണ്ടാവാം. പക്ഷേ അതിനുമപ്പുറം ആരോഗ്യ മേഖലയിൽ കഴിഞ്ഞ 10 വർഷത്തിൽ നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് ഗവൺമെൻറ്റിന് സാധിച്ചിട്ടുണ്ട്. ഒരു കമ്പ്യൂട്ടറൈസേഷൻ ആയാലും ശരി, പുതിയ ചികിത്സാ സംവിധാനങ്ങൾ കൊണ്ടുവരുന്നതായാലും ശരി, നല്ല രീതിയിലുള്ള ഡെവലപ്മെൻറ്റ് സ്കോർ കൊണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട്. വീണ ജോർജ് ഒരു വലിയ മന്ത്രിയാണ് എന്നുള്ളൊരു വാദമൊന്നും എനിക്കില്ല. പക്ഷേ ആരോഗ്യ മേഖല പൊതുവിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട് കഴിഞ്ഞ ഒരു 5 വർഷത്തിനുള്ളിൽ. വളരെ ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടി ആയതുകൊണ്ട് തന്നെ ക്യാബിനറ്റിനും ആ സ്ട്രെങ്ത് ഉണ്ട്. ഒരു പടലപ്പിണക്കമോ അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കുതികാൽ വെട്ടോ ഒന്നും തന്നെയും ക്യാബിനറ്റിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. വളരെ സ്ഥിരതയുള്ള ഒരു മന്ത്രിസഭയാണ് കേരളം കഴിഞ്ഞ 10 വർഷമായി ഭരിച്ചത്. KSRTCയിലെ ഡെവലപ്മെൻറ്റ്, അതുപോലുള്ള ഒട്ടനവധി ചെറിയ ചെറിയ കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറുതും വലുതുമായിട്ടുള്ള കാര്യങ്ങൾ പറയാനായിട്ട് സാധിക്കും. ഈ കാര്യങ്ങളെല്ലാമാണ് മൂന്നാമതൊരു ടേം ആഗ്രഹിക്കുന്ന LDFന് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഫാക്ടേഴ്സ്. ഇനി അവർ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്? ഏറ്റവും വലിയ ചലഞ്ചസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒന്ന് ആൻറ്റി ഇൻകംബൻസി ഫാക്ടറാണ്. അതായത് കഴിഞ്ഞ 10 വർഷമായ ഒരു സർക്കാർ ഭരിക്കുന്നു, ഈ സർക്കാർ മാറി പുതിയൊരു സർക്കാർ വരണം എന്നുള്ള ഒരു തോട്ട് ജനങ്ങളുടെ ഇടയിൽ വരും. കാരണം പല നെഗറ്റീവ് സംഭവങ്ങളും ഈ 10 വർഷമായി അനുഭവിക്കുന്ന ജനങ്ങൾ അത് പിന്നെ ആക്സലറേറ്റ് ചെയ്ത് വോട്ട് ചെയ്ത് കാണിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. അപ്പോൾ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ വലിയ പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറുടെ ആക്കം കൂട്ടുന്നത് പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ ഒരു ജനകീയത അല്ലാത്ത പെരുമാറ്റമാണ്. ഇപ്പോൾ ഒരു മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ, ഒരു സ്റ്റേറ്റിൻ്റെ CM ആയിരിക്കുമ്പോൾ അദ്ദേഹത്തിന് 2 സോണിൽ ഉള്ള പ്രവർത്തനം ഉണ്ടായിരിക്കും. ഒന്ന് എഫിഷ്യൻസി എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്, ഓരോ ഫയലുകൾ മുന്നോട്ട് പോകുന്നത്, ഡെവലപ്മെൻറ്റ് പ്രോജക്ട്സ് കൊണ്ടുവരുന്നത്, അതാണ് അദ്ദേഹത്തിൻ്റെ എഫിഷ്യൻസി. ആ രീതിയിൽ പിണറായി വിജയൻ നല്ല രീതിയിലുള്ള ഒരു പ്രകടനം കാഴ്ചവെച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. എന്നാൽ ജനകീയത എന്ന് പറയുന്ന ഒരു കാര്യം കൂടെ അദ്ദേഹമുണ്ട്. ഉമ്മൻചാണ്ടി പോലെയുള്ള, അല്ലെങ്കിൽ VS അച്യുതാനന്ദൻ പോലെയുള്ള, നയനാർ പോലുള്ള വളരെ ജനകീയരായിട്ടുള്ള മുഖ്യമന്ത്രിമാർ ഉണ്ടായിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഈ അടുത്ത കാലത്തുള്ള മുഖ്യമന്ത്രിമാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഇവരിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്ത സ്വഭാവമുള്ള ആളാണ് പിണറായി വിജയൻ. കേരളത്തിൻ്റെ CM ആണ് എന്നുള്ള വളരെ ഹൈ പവർ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയിലും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റത്തിലും അദ്ദേഹം എപ്പോഴും റിഫ്ലക്റ്റ് ചെയ്തിരുന്നു. ഈ അദ്ദേഹത്തിൻ്റെ വാഹന വ്യൂഹമായാലും ശരി, പല സ്ഥലങ്ങളിലും അദ്ദേഹം പ്രസംഗിക്കുന്ന രീതിയിൽ, ആ പ്രസംഗിക്കുമ്പോൾ വാവിട്ട് വരുന്ന വാക്കുകൾ. അപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം തന്നെയും ആ ജനകീയതയുടെ അളവ് വളരെയധികം കുറച്ചിട്ടുണ്ട്. ഇത് ഈ ആൻറ്റി ഇൻകംബൻസി ഫാക്ടറിന് ആക്കം കൂട്ടുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത്. പിന്നെ
പ്രധാനപ്പെട്ട അഴിമതി ആരോപണങ്ങളായി വന്നിരിക്കുന്ന ശബരിമല വിഷയം, എക്സാലോജിക് വിഷയം. അപ്പോൾ ഇതെല്ലാം ഈ സർക്കാരിൻ്റെ മേൽ ഒരു കരിനിഴൽ പോലെ നിൽക്കുകയാണ്. കഴിഞ്ഞ 10 വർഷമായി പ്രതിപക്ഷത്തിന് വേണ്ടതായി എടുത്തു പറയാവുന്നുള്ളൊരു വിഷയം, ഒരു സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു വിഷയം ഇല്ലായിരുന്നിട്ട് കൂടിയും ഈ ലാസ്റ്റ് ലാപ്പിൽ വന്നപ്പോൾ, ഈ ഇലക്ഷൻ്റെ ഒരു ലാസ്റ്റ് ഒരു 1.5 ഇയേഴ്സ് വന്നപ്പോൾ ഉയർന്നു വന്ന അലിഗേഷൻസ് സർക്കാരിനെ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിലാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കാരണം വളരെ ശക്തമായ കേഡർ സംവിധാനമുള്ള ഒരു പാർട്ടിയാണ് CPM. മറ്റൊരു പാർട്ടിക്കും, UDFനായാലും ശരി BJPക്കാണെങ്കിലും ശരി, അത്രയും ശക്തമായ ഗ്രാസ് റൂട്ടിലുള്ള വർക്കേഴ്സ് ഉണ്ട് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. എന്നിട്ട് പോലും ഗവൺമെൻറ് ചെയ്യുന്ന കാര്യങ്ങൾ വലിയ വലിയ ഫ്ലെക്സും ഫുൾ പേജ് പരസ്യവും TV വിടാതെയുള്ള പരസ്യവും ഒക്കെ ചെയ്താണ് ജനങ്ങളിലേക്ക് എത്തിക്കണം എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ക്യാബിനറ്റും മന്ത്രിസഭയും CPM പാർട്ടിയും ഒക്കെ നിൽക്കുന്നത്. അത് അവർക്ക് അവരുടെ മേൽ തന്നെ ഉള്ള ഒരു കോൺഫിഡൻസിൻ്റെ കുറവിനെയാണ് ശരിക്കും പറഞ്ഞാൽ കാണിക്കുന്നത്. അത് വേണ്ട എന്നല്ല, ഇതൊക്കെ ഒരു ലിമിറ്റിൽ നമുക്ക് വേണം. ഒരു ലിമിറ്റിൽ ഓവറായി കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്തിൽ അത് വളരെയധികം പ്രൊജക്റ്റ് ചെയ്യുകയും ആൾക്കാർക്കത് മനസ്സിലാകുകയും ചെയ്യും. ഇത് മറ്റൊരു വിഷയമാണ് ഇവർക്കെതിരെയുള്ള. പിന്നെ ഒന്ന്, കേരളത്തിൻ്റെ ഒരു ഫൈനാൻഷ്യൽ സിറ്റുവേഷൻ എക്സ്ട്രീംലി ബാഡാണ്. ഞാൻ അതിനെപ്പറ്റി ഒരു വീഡിയോ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. കേരളത്തിൻ്റെ കടം എങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തേക്ക് പോകുന്നത് എന്നുള്ളത്, ഓഫ് ബുക്ക് ബോറോയിങ് പോലുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട്. അപ്പോൾ അതും ഒരു വലിയ ചലഞ്ചായി നിൽക്കുന്നു. കഴിഞ്ഞ ഒരു 10 വർഷം കൊണ്ട് കേരളത്തിൻ്റെ കടം, ഡെറ്റ് ലോഡ് എന്തുമാത്രം കൂടി എന്നുള്ളത് നമുക്ക് അതിൻ്റെ കണക്കുകൾ പരിശോധിച്ചാൽ മനസ്സിലാവും. അപ്പോൾ ഇതെല്ലാമാണ് LDFൻ്റെ മെയിൻ ചലഞ്ചസ് ആയിട്ട് നിൽക്കുന്നത്. ഈ പ്രോസ്പെക്ട്സും ചലഞ്ചസും തമ്മിൽ കൺസിഡർ ചെയ്യുമ്പോൾ പല തീവാറുന്ന മണ്ഡലങ്ങളും പോരാട്ടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും ഓവറോൾ LDF ബിറ്റ്വീൻ 50 and 60, 50-നും 60-നും ഇടയ്ക്കുള്ള സീറ്റുകൾ നേടുമെന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനം. അതിൽ പ്രധാനപ്പെട്ട പല വമ്പന്മാരും വീഴാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ 50-നും 60-നും ഇടയ്ക്കുള്ള സീറ്റുകൾ LDF പാർട്ടി ജയിക്കുമെന്നുള്ളതാണ്. എനിക്ക് പലപ്പോഴും പല LDF ആൾക്കാരോട് സംസാരിക്കുമ്പോൾ തോന്നിയ ഒരു കാര്യം, അവർ മോർ ഓർ ലെസ് ഓക്കെ ഈ ഇലക്ഷൻ നമ്മുടേതല്ല, UDF ജയിക്കുമെന്ന് അക്സെപ്റ്റ് ചെയ്ത രീതിയിലാണ് സംസാരിക്കുന്നത്. കാര്യം 10 വർഷം ഭരിക്കാൻ സാധിച്ചു. ഓൾസോ സീനിയർ ലീഡേഴ്സ് എല്ലാം ഒരു ലാസ്റ്റ് ലെഗ് ഓഫ് ദർ പൊളിറ്റിക്കൽ ലൈഫാണ്. സോ ബേസിക്കലി ഈ ഇലക്ഷനോടുകൂടി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിൽ പോലും ഒരു പുതിയ സെറ്റ് ഓഫ് ലീഡേഴ്സ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് നമുക്ക് ഇലക്ഷൻ കഴിഞ്ഞ് മാത്രമേ പറയാൻ സാധിക്കൂ. പക്ഷേ ഐ അസ്യൂം ഒരുപാട് ചെറുപ്പക്കാരായിട്ടുള്ള ലീഡേഴ്സ് ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതാണ് LDF പാർട്ടിയുടെ പ്രോസ്പെക്ട്സും ചലഞ്ചസും. ഇനി UDF പാർട്ടിയുടെ പ്രോസ്പെക്ട്സും ചലഞ്ചസിലേക്ക് നമുക്ക് പോകാം. UDF പാർട്ടിക്ക് ഏറ്റവും വലിയ പ്രോസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റവരുടെ ആൻറ്റി ഇൻകംബൻസി ഫാക്ടർ തന്നെയാണ്. 10 വർഷം ഭരിച്ചിരിക്കുന്നു. അപ്പോൾ എന്തായാലും ജനങ്ങൾ ഒരു ഭരണമാറ്റത്തിനായി ശ്രമിക്കും, അത് തങ്ങൾക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് അവരുടെ ഏറ്റവും വലിയ പ്രോസ്പെക്റ്റ് മുസ്ലിം ലീഗ് പോലുള്ള വളരെ ശക്തമായ ഒരു പാർട്ടി അവരുടെ കൂട്ടുകക്ഷിയായി ഉണ്ട് എന്നുള്ളതാണ്. വളരെ ലാർജ് സ്കെയിലിലുള്ള സീറ്റ്സ് ജയിക്കാൻ കേപ്പബിളുള്ള ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സോ വടക്കൻ കേരളത്തിലുള്ള വലിയ മേജർ ഷെയർ ഓഫ് സീറ്റ്സ് UDFൻ്റെ ബക്കറ്റിലേക്ക് വരാനായിട്ട് ഈ കൂട്ടുകക്ഷി ഭരണം കൊണ്ട് അവർക്ക് സാധിക്കും. അത് മലപ്പുറത്ത് മാത്രമുള്ളതല്ല, മറ്റ് സ്ഥലങ്ങളിലും ഇത് റിഫ്ലക്റ്റ് ചെയ്യും. ഇത് അവർക്ക് വലിയ സപ്പോർട്ടീവായിട്ടുള്ള ഒരു കാര്യമാണ്. ഈ ലോക്കൽ ബോഡി ഇലക്ഷൻസിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചതാണ്. ബേസിക്കലി അവർ സ്വീപ്പ് ഔട്ട് ചെയ്ത് വിൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. എല്ലാ ഗ്രാമപഞ്ചായത്തുകളായാലും മറ്റ് മുനിസിപ്പൽ കോർപ്പറേഷൻസും ഒക്കെ ആയാലും അവർ ജയിക്കുന്ന ഒരു കാഴ്ചയാണ്. കഴിഞ്ഞ 30 വർഷമായിട്ട് കേരളത്തിൻ്റെ 95-ന് മുമ്പ് മാത്രമാണ് ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു ചേഞ്ച് വന്നത് ലോക്കൽ ബോഡിക്ക് നിയമസഭ. അല്ലാതെ 95 കഴിഞ്ഞുള്ള എല്ലാ ഇലക്ഷനുകളിലും ലോക്കൽ ബോഡിയിൽ ആരാണോ ജയിക്കുന്നത് അവർ തന്നെയായിരിക്കും ഈ ഇലക്ഷനും ജയിക്കുന്നത്. ഇത് UDFൻ്റെ പ്രോസ്പെക്ട്സ് ആണ്. ഇതല്ല UDFന് നേരിടുന്ന ചലഞ്ചസ്. ബേസിക്കലി UDF ഒരു ഫോട്ടോ പാർട്ടിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ചെറിയ ഒരു മാർച്ചിന് പോയാൽ പോലും ബാനർ പിടിക്കുന്നതിൻ്റെ ഇടയിൽ അതിൻ്റെ പുറകിൽ 5 പേര് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ 5 പേരിൻ്റെ ഇടയിൽ തള്ളലാണ്. ജനങ്ങളുടെ ഇടയിൽ കൈ കാണിക്കാൻ വേണ്ടിയിട്ട് ബഹളമാണ്. ആരും മൈക്കിനോട് അടുത്ത് വരണമെന്നുള്ളതിന് ബഹളമാണ്. അങ്ങനെ ഒരു ഫോട്ടോ പാർട്ടിയായി മാറിയിരിക്കുകയാണ്. അതിഭയങ്കരമായ ഫാക്ഷണലിസം, വിസിബിൾ ഫാക്ഷണലിസം ഈ പാർട്ടിക്കകത്തുണ്ട്. അത് നേതാക്കന്മാർ പരസ്യമായിട്ട് ഒരു പബ്ലിക്കിൻ്റെ അടുത്തത് അത് കാണിക്കുന്നതിൻ്റെ അകത്ത് ഒരു കൺട്രോൾ ചെയ്യുന്നില്ല, ഒരു കൺട്രോൾ വരുത്തുന്നില്ല എന്നുള്ളത് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. അവരത് കൺട്രോൾ ചെയ്യേണ്ടതാണ്, പക്ഷേ അൺഫോർച്യുനേറ്റ്ലി ദേ ആർ നോട്ട് ഡൂയിങ് ഇറ്റ്. പക്ഷേ ഈ ഒരു ഫാക്ഷണലിസം ജനങ്ങൾക്ക് വലിയ കൺഫ്യൂഷൻ ഉണ്ടാകും. അതായത് ഞാൻ ഇവർക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ ഇത്തരത്തിൽ അടികൂടി തീർക്കാനുള്ളതാണോ എൻ്റെ വോട്ട് എന്നുള്ള ഒരിതുണ്ടാകും.
പിന്നെ CM കാൻഡിഡേറ്റ് ആരാണ് എന്നുള്ള കൺഫ്യൂഷൻ ഇപ്പോഴും വി ഡി സതീശനാണോ അതോ രമേശ് ചെന്നിത്തലയാണോ, ആ ഒരു ഡിഫറൻസ് ഇപ്പോഴും അത് കാണാനായിട്ട് ഉണ്ട്. അതിപ്പോൾ നമുക്കിപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാൽ മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ. ഇതൊക്കെയാണ് ഇവർ നേരിടുന്ന ഏറ്റവും വലിയ ചലഞ്ചസ്. ഈ ചലഞ്ചസൊക്കെ ഉണ്ടെങ്കിലും ആൻറ്റി ഇൻകംബൻസി ഫാക്ടറും മറ്റ് കാര്യങ്ങളുമൊക്കെ ആയിട്ട് ഏതാണ്ട് 70 മുതൽ 80 സീറ്റ് വരെ UDF നേടുമെന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം പല സാമുദായിക സംഘടനകളുടെയും സപ്പോർട്ട് അവർക്കുണ്ട്. ഇപ്പോൾ പിന്നെ ലീഗിൻ്റെ കൂടാതെ തന്നെ ജമാഅത്തെ ഇസ്ലാമി, SDPA തുടങ്ങിയവരുടെ സപ്പോർട്ട് അവർ അക്സെപ്റ്റ് ചെയ്യുകയും അവർ ഓക്കെ ആണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അത് ഈ മുസ്ലിം വോട്ടുകൾ ആയിട്ട് മാറാനായിട്ട് സാധിക്കും. ഹിന്ദു വോട്ടുകൾ കമ്മ്യൂണിസ്റ്റ് വോട്ട് ബാങ്കിൽ നിന്നും മാറുന്ന ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് പോകുമോ UDFയിലേക്ക് പോകുമോ എന്നുള്ളൊരു ക്രിട്ടിക്കൽ ഫാക്ടർ ഇവിടെ ഉണ്ട്. എന്നാലും കുറേ വോട്ടുകൾ UDFയിലേക്ക് പോകാനാണ് സാധ്യത. ഇതാണ് UDFിൻ്റെ പ്രോസ്പെക്ട്സും UDFിൻ്റെ ചലഞ്ചസും. ഇനി BJPയിലെ കാര്യം നോക്കുക. എപ്പോഴും എല്ലാ ഇലക്ഷനുകളിലും വോട്ട് ഷെയറുകളുടെ കണക്ക് മാത്രം പറഞ്ഞ് പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു പാർട്ടിയാണ് BJP. പിന്നെ നിയമം ഒഴിച്ച് അവർക്ക് വേറെ നിയമസഭാ പ്രാതിനിധ്യമുള്ള സീറ്റുകളൊന്നും ഇതുവരെയും കിട്ടിയിട്ടില്ല. ഇത്തവണ അത് മാറ്റി ഏതാണ്ട് 1 മുതൽ 5 സീറ്റുകൾ വരെ നേടാനുള്ള ഒരു സാധ്യത BJPക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പല സ്ഥലത്തും. ഇവർക്കിപ്പം അണികളൊക്കെ വലിയ ആവേശത്തിലാണ്. കാര്യം മുനിസിപ്പൽ കോർപ്പറേഷൻ, തിരുവനന്തപുരത്തെ കോർപ്പറേഷൻ അവർ ജയിക്കുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് എന്നാൽ തൃശ്ശൂർ സുരേഷ് ഗോപി ലോക്സഭാ ഇലക്ഷനിൽ തൃശ്ശൂർ ലോക്കൽ ബോഡി ഇലക്ഷൻസിന് UDF ആണ് ജയിക്കുന്നത്. അങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ട്. പക്ഷേ എന്നിരുന്നാലും അണികൾ പൊതുവിൽ കുറച്ച് എനർജറ്റിക്കാണ്. കാരണം അവർക്ക് സാധ്യതയുള്ള സീറ്റുകൾ കുറേ ഉണ്ട്. മഞ്ചേശ്വരത്ത് K. സുരേന്ദ്രനുണ്ട്, പാലക്കാട് പിന്നെ ശോഭ സുരേന്ദ്രനുണ്ട്, നേമത്ത് രാജീവ് ചന്ദ്രശേഖറുണ്ട്. അങ്ങനെ ഒരുപാട് സാധ്യതയുള്ള സീറ്റുകൾ അവർക്കുണ്ട്. എന്നാലും ഈ പോരാട്ടങ്ങളെല്ലാം വളരെ കടുപ്പമാണ്. പ്രത്യേകിച്ചും പാലക്കാട് പോലൊരു സ്ഥലത്ത് ലാസ്റ്റ് ലാപ്പിൽ രമേശ് പിഷാരടി എല്ലാവരെക്കാൾ മുന്നിൽ സ്കോർ ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഒരു പക്വത, പല വിഷയങ്ങളിലും അദ്ദേഹം സംസാരിക്കുന്ന രീതി, പറയുന്ന രീതി, അത് കേരളത്തിലുള്ള ജനങ്ങളെ പൊതുവിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഒരു രീതിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. വളരെ ഡീപ്പായിട്ട് വായിക്കുന്ന ഒരാളാണ് രമേശ് പിഷാരടി. കാര്യം അദ്ദേഹത്തിൻ്റെ പല സംവാദങ്ങളിലും അദ്ദേഹം കോട്ട് ചെയ്യുന്ന ആൾക്കാർ, അദ്ദേഹം ജെയിംസ് ക്ലിയർ എന്ന് പറയുന്ന ഒരു ഓഥറിനെയൊക്കെ കോട്ട് ചെയ്തിട്ടുണ്ട്. ജെയിംസ് ക്ലിയർ വളരെ റീസെൻ്റായിട്ട് വന്നൊരു 10 ഇയേഴ്സിനകത്ത് വന്നൊരു ഓഥറാണ്. അപ്പം ആ ആളുടെ പുസ്തകങ്ങൾ വായിക്കുക, ആ ആളുടെ കോട്ട് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് വായനയുള്ള, ഒരുപാട് ഡീപ്പായിട്ട് അറിവുള്ളൊരു വ്യക്തിയാണ് രമേശ് പിഷാരടി. അത് പല സംവാദങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അത് പ്രബുദ്ധരായ കേരള സമൂഹത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു നിലപാടുകളാണ്. അപ്പോൾ ഇത് അവിടുത്തെ ഈ പാലക്കാട് ഇലക്ഷൻ ടഫാക്കും. ശോഭാ സുരേന്ദ്രൻ വളരെ ജെന്യുവിൻലി ക്രൗഡ് പുള്ളറായ ഒരു പിന്നെ പൊളിറ്റിക്കൽ ലീഡറാണ്. പക്ഷേ ഇപ്പോൾ ആ സ്ത്രീ വഴിതടഞ്ഞത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ രമേശ് പിഷാരടി വളരെയധികം എഫക്റ്റീവ്ലി ആ സിറ്റുവേഷൻ തനിക്ക് ഫേവറബിൾ ആയിട്ടുള്ള രീതിയിൽ മാറ്റിയെടുക്കുന്നു. ഒരു ബോൺ പൊളിറ്റീഷ്യൻ അല്ലെങ്കിൽ കൂടിയും തൻ്റെ പിന്നെ റെസ്പോൺസുകളുള്ള മിതത്വം കൊണ്ട് ഒരു പൊളിറ്റീഷ്യൻ ഇല്ലാത്ത പിന്നെ ഒരു സിറ്റുവേഷൻ കയ്യിലെടുക്കുന്ന ഒരു രീതി വളരെ അപ്രീഷിയേറ്റബിളാണ്. ഇതാണ് പാലക്കാട് സ്ഥിതി. പിന്നെ നേമം വലിയ പ്രതീക്ഷയോടുകൂടി BJP നോക്കിക്കാണുന്ന ഒരു മണ്ഡലമാണ് നേമം. ശിവൻകുട്ടി, രാജീവ് ചന്ദ്രശേഖർ, പിന്നെ ശബരിനാഥൻ, ഇവർ 3 പേരാണ് നിൽക്കുന്നത്. കട്ടയ്ക്ക് ഉള്ള ഇലക്ഷൻ നടക്കുന്ന സ്ഥലമാണ്. കാര്യമെന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖർ ഒരു നല്ല ടെക്നോക്രാറ്റാണ്, അദ്ദേഹം നല്ലൊരു ലീഡറാണ്. പക്ഷേ അതിനും അപ്പുറം ഒരു പൊളിറ്റിക്കൽ പിന്നെ ഫിഗറായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്, ഒരു ജനകീയനായ ആളായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതൊരു വലിയ വിഷയം തന്നെയാണ്. ഈ നമ്മളൊരു സദസ്സിൽ കൊണ്ടിരുത്തിയാൽ ആ സദസ്സിനെ കയ്യിലെടുക്കുന്ന രീതിയിൽ പ്രസംഗിക്കാനുള്ളൊരു ശേഷി രാജീവ് ചന്ദ്രശേഖറിനുണ്ടോ എന്നുള്ളത് ഇപ്പോഴും സംശയമുള്ളൊരു കാര്യമാണ്. നമ്മൾ പിന്നെ മോഡിയെ പലപ്പോഴും നമ്മൾ മാതൃകയാക്കേണ്ട, പല പൊളിറ്റിക്കൽ ലീഡേഴ്സും മാതൃകയാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം 5 വയസ്സുള്ള കുട്ടികളോടാണെങ്കിലും 10 വയസ്സുള്ള കുട്ടികളോടാണ്, ഇനി കോളേജിലുള്ള കുട്ടികളോടാണ്, വയസ്സായ ആൾക്കാരാണ്, ഏതെങ്കിലും റൂറൽ സ്ഥലത്തുള്ള ഒരുപാട് വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ കൂടിയും ഇവരുടെ എല്ലാം സംസാരിക്കുന്ന അവരുടെ ടോണിൽ, ആ ലെവലിൽ സംസാരിച്ച ആൾക്കാരെ കയ്യിലെടുക്കാനുള്ളൊരു ശേഷി മോഡിക്ക് ഭയങ്കരമാണ്. ഒരു വൺ ഓഫ് ദ ബ്രില്യൻറ്റ് ഒറേറ്റേഴ്സ് ഇൻ കറണ്ട് പൊളിറ്റിക്കൽ സിനാരിയോ ആണ് മോഡി. പക്ഷേ അത്തരത്തിൽ ഒരു ഒറേറ്റർ ഔറയൊന്നും കറൻ്റ്ലി BJPക്കുള്ള നേതാക്കന്മാർക്കില്ല.
എന്നാൽ അവർക്ക് സാധ്യതയുള്ള മണ്ഡലങ്ങളുണ്ട്, ക്ലോസ് ടു സെക്കൻഡ് വരാൻ സാധ്യതയുള്ള ഒരുപാട് മണ്ഡലങ്ങളുണ്ട്. അവസാനം അത് വോട്ടിൻ്റെ ഒരു ഇത് വന്നാൽ മാത്രമേ നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. എന്നാൽ എൻ്റെ ഒരു നിഗമനം അനുസരിച്ച് 1 മുതൽ 5 വരെയുള്ള സീറ്റുകൾ അല്ലെങ്കിൽ 1 മുതൽ 10 വരെയുള്ള സീറ്റുകൾ നേടാനായിട്ട് BJPക്ക് ഒരു ചാൻസ് ഉണ്ട്. ഇതാണ് കറണ്ട് പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പ്. ഈ പറഞ്ഞ ചലഞ്ചസിനും പ്രോസ്പെക്റ്റിനും അപ്പുറം രാഷ്ട്രീയ പാർട്ടികളുടെ സാമുദായിക ഐക്യങ്ങൾ വലിയ രീതിയിലുള്ള റോള് കേരളത്തിൽ പ്ലേ ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് SDPI, ജമാഅത്തെ ഇസ്ലാമി പോലുള്ള തീവ്ര മുസ്ലിം സംഘടനകളുടെ സപ്പോർട്ട് വേണ്ട എന്ന് UDFO LDFO പറഞ്ഞിട്ടില്ല. UDF വേണമെന്ന് തന്നെയാണ് ഞാനൊരു ന്യൂസ് ബൈറ്റ് കണ്ടപ്പോൾ ഒരു സ്ഥാനാർത്ഥി പറഞ്ഞത്, അഷ്റഫ് എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി പറഞ്ഞത് SDPI സെക്കുലറാണ്, SDPIയുടെ സപ്പോർട്ട് നമ്മൾ എടുക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. LDFൻ്റെ ആയാലും പലപ്പോഴും SDPIയുടെ സപ്പോർട്ട് നിങ്ങൾ എടുക്കുമോ എന്ന് ചോദിച്ചാൽ അവർ SDPI എന്നുള്ള വാക്ക് പറയാതെ താത്വിക അവലോകനം എന്നുള്ള രീതിയിൽ മറുപടി പറയുന്നതായിട്ടാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. നേരെ ചൊവ്വേ ആൻസർ പറയില്ല. ഇത് എൻ്റെ ഒരു പൊളിറ്റിക്കൽ അനാലിസിസാണ്. എനിക്കങ്ങനെ ഒരു പാർട്ടിയുമായിട്ടും യാതൊരുവിധ ക്ലോസ്നെസ് ഒന്നുമില്ല. നമ്മുടെ അസ്തിത്വം ഒരു രാഷ്ട്രീയ സിദ്ധാന്തത്തിനും അടിയറ വച്ചിട്ടില്ല. ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തിനോട് മാത്രമാണ് നമുക്കൊരു അറ്റാച്ച്മെൻറ്റ്, ഒരു പ്രൗഡ് ഫീലിംഗ് ഒക്കെ തോന്നുന്നത്. അപ്പം എന്തായാലും ഈ ഒരു സിറ്റുവേഷനിൽ ഈ സാമുദായിക ഐക്യങ്ങൾ വരുന്ന സമയത്ത് ഇതെല്ലാം മാറാനുള്ള സാധ്യതയുണ്ട്. UDF അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന് കിട്ടുന്ന പ്രധാനപ്പെട്ട വകുപ്പുകൾ അത്തരത്തിലൊരു മുസ്ലിം ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു ഭരണമായിരിക്കുമോ വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹിന്ദു വോട്ടുകൾ എങ്ങോട്ട് മാറും? ശബരിമല വിഷയം കാരണം ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് ബാങ്കിൽ നിന്നും മാറിപ്പോകുന്ന ഹിന്ദു വോട്ടുകൾ UDFലേക്ക് പോകുമോ, BJPയിലേക്ക് പോകുമോ? BJPയുടെ തീവ്രമായ മതം ബേസ് ചെയ്തിട്ടുള്ള പ്രചരണങ്ങൾ കാരണം ഹിന്ദുക്കൾ പോലും അവർക്ക് വോട്ട് ചെയ്യാതിരിക്കുമോ എന്നൊക്കെയുള്ള വലിയ സാമുദായിക ഇക്വേഷൻസ് മിക്സപ്പൊക്കെ നടക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എന്തായാലും April 9 എല്ലാവരും വോട്ട് ചെയ്യുക. ഓരോ പൗരൻ്റെ അവകാശമാണ്, നിർബന്ധമായും വോട്ട് ചെയ്യുക. എന്തായാലും വോട്ടിംഗ് കഴിഞ്ഞ് റിസൾട്ട് വരുമ്പോൾ നമുക്ക് കാണാം. പ്രഡിക്ഷൻ ഈസ് UDF ആയിരിക്കും അധികാരത്തിൽ വരുന്നത്, ബിറ്റ്വീൻ 70 and 80 സീറ്റ്സ്. LDFന് 50-നും 60-നും ഇടയ്ക്ക് സീറ്റുകൾ, BJPക്ക് 1-നും 10-നും ഇടയ്ക്കുള്ള സീറ്റുകൾ. എന്തായാലും വൈറ്റ് ബോർഡ് സ്റ്റോറീസിൻ്റെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിരിക്കും. ബൈ.